ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മമ്മീസ് കിച്ചൺ വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. തന്നെയല്ല 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അധികം ടൈമൊന്നും വേണ്ട. നമ്മുടെ വീടുകളിൽ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂണ്ടയാണ്. അപ്പോൾ കാഷ്നട്ട് ഇടുന്നത് കൊണ്ടാണ് അതിന് കാഷ്യുണ്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാഷ്നട്ട് ഇല്ലാതെ ആണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അരിയുണ്ട എന്നും പറയും. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസാണ്. ബ്രൗൺ റൈസാണ് ഇതിന് കൂടുതൽ നല്ലത്. ബ്രൗൺ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ബ്രൗൺ റൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നെല്ലൂത്തേരി ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 2 കപ്പ് തേങ്ങ ചിരകിയത്, ശർക്കര ഒരു 4 പീസ്, 1 കപ്പ് കാഷ്നട്ട്, 3 ഏലക്ക പൊടിച്ചത്. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂട്ടി ചേർത്താണ് കേട്ടോ ഞാനിത് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ് ഈ കളറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. കാഷ്നട്ടിന് പകരമായിട്ട് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാഷ്നട്ടിന് വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഉണ്ടെങ്കിൽ ആൽമണ്ട് വെച്ചും ചെയ്യാം, വാൾനട്ട് ഉണ്ടെങ്കിൽ വാൾനട്ട് വെച്ച് ചെയ്യാം. അപ്പോൾ ഏത് നട്ട്സാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ അരി കഴുകിയെടുക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വറുത്തെടുക്കാം. ഞാൻ റൈസ് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്യുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഒരു കത്തി വെച്ചിട്ട് ചിരകി എടുത്താലും മതി കേട്ടോ. ഒന്ന് പൊടിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. കല്ലിലിട്ട് കുത്തി പൊടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്യാം. എല്ലാ ശർക്കരയും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അരി ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ള ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. സമയം എടുത്ത് തന്നെ വറുത്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അരി ഇതുപോലെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ എല്ലാ അരിയും പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തൃശ്ശൂരൊക്കെ അരി ഉണ്ടെന്ന് പറയുന്നത് അവലോസ് ഉണ്ടാതാണ്. അത് ഇതുപോലെയൊന്നും അല്ല കേട്ടോ. അത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല പണിയാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അവലോസ് ഉണ്ടാന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അമ്മിക്കുഴ കൊണ്ടൊക്കെ ഇടിച്ചിട്ടാണ് പണ്ട് അതൊക്കെ കഴിച്ചിരുന്നത്. അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വായൊക്കെ കഴയ്ക്കും. അത്രയും ബുദ്ധിമുട്ടാണ് അത് കഴിക്കാനായിട്ട്. 1 വർഷമൊക്കെ അത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല. അത് ഉണ്ടാക്കാൻ നല്ല പണി തന്നെയാണ്. പ്രത്യേകിച്ച് പെരുന്നാളുകളൊക്കെ, പള്ളി പെരുന്നാളിലൊക്കെ വരുമ്പോഴാണ് ഇത് ഒരാഴ്ച മുൻപ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കും. എൻ്റെ വീട്ടിലൊക്കെ അന്ന് മമ്മിയുടെ അനിയത്തി മേമയും കൂടി, മേരി മേമയും കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും വലിയൊരു ഓർമ്മ തന്നെയാണ്. അന്ന് ചെറുപ്പത്തിലൊക്കെ അത് വലിയൊരു ആഘോഷം പോലെയായിരുന്നു. ഇങ്ങനെ അരി വറുക്കുന്നതും തേങ്ങ എടുക്കുന്നതും തേങ്ങ ചിരകുന്നതും ഒരാൾ. അപ്പോൾ ഇന്ന് പിന്നെ അതൊന്നുമില്ല. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് ഇടണ്ടെന്നുണ്ടെങ്കിൽ, അരി കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ആഡ് ചെയ്യേണ്ട. അരി മാത്രം ഇട്ട്, അരിയും തേങ്ങയും ശർക്കരയും ഇട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അധികം നാൾ ഇരുന്നൊന്നും വരില്ല. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അത്ര ഹാർഡൊന്നുമല്ല. ഇത് സോഫ്റ്റാണ്. അപ്പോൾ മക്കൾക്കായാലും കൊടുക്കാം, അവർക്കും ഇഷ്ടപ്പെടും. ഹാർഡാവുമ്പോൾ അത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഇതുപോലെ ആവണം കേട്ടോ. ഇതുപോലെ ആവും റൈസ് ശരിക്കും വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. ഈ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത്. ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. മിക്സിയിൽ ചൂടോടുകൂടി ഇടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചൂടാറട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്നട്ടും ഇതുപോലെ തന്നെ ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഓയിലൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കാഷ്നട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പൗഡറാക്കി എടുക്കണ്ട, ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇടയ്ക്ക് ആ കാഷ്നട്ട് ഒന്ന് കടിക്കുന്നത് ടേസ്റ്റാണ് ഉണ്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് കാഷ്നട്ട് ഒത്തിരി നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ അരിയുടെ ചൂടൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ചെറിയ ഒരു നേരിയ ചൂടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല.
നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കണം. നമ്മൾ കാഷ്നട്ട് പൊടിച്ചതുപോലെയല്ല, ഇത് നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അരി കടിക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ തരികളൊന്നുമില്ല, നല്ല പൗഡർ ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം റൈസ് പൗഡർ ഇടാം, പിന്നെ കാഷ്നട്ട് പൊടിച്ചത്, പിന്നെ കോക്കനട്ട്. അപ്പോൾ കോക്കനട്ട് ഞാൻ ഇടുമ്പോൾ പകുതി ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയിട്ട് പിന്നെ ബാക്കി പകുതി ചേർത്താൽ മതി. അതുപോലെ തന്നെ ശർക്കരയും ഞാൻ പകുതി ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കോക്കനട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഫുൾ കോക്കനട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത ഫുൾ തേങ്ങ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ മധുരം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ഫുള്ള് ആഡ് ചെയ്യുന്നുണ്ട്. മധുരം കുറവ് വേണ്ടവർക്ക് ഒരു പീസ് ശർക്കര ഒഴിവാക്കാം കേട്ടോ, ഒരു പീസോളം വേണ്ടി വരില്ല. അപ്പോൾ നന്നായിട്ട് 5-6 മിനിറ്റ് നല്ല ശക്തിയിൽ തന്നെ നല്ലോണം തിരുമണം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഈ കോക്കനട്ടിൽ നിന്ന്, നല്ല കോക്കനട്ട് ആണെങ്കിൽ ഈ തേങ്ങയിൽ നിന്ന് തന്നെ ഓയിൽ ഇറങ്ങും. നമ്മളിങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ ഒരു ഉണ്ടയാക്കാൻ പറ്റുന്ന പരുവത്തിലാവും നമ്മുടെ ഈ മിക്സ്. അതുകൊണ്ട് തന്നെ വേറെ ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ നല്ല തേങ്ങയാണെങ്കിൽ ഇതിൽ തന്നെ മിക്സ് ആവും. അപ്പോൾ നല്ല തേങ്ങയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര ഇടേണ്ട വരില്ല. ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് അത്ര ഓയിൽ ഉണ്ടാവില്ല, ഓയിലി തേങ്ങയല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 1 മുറിയോളം തേങ്ങ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നതാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരുന്ന ഒരു പരുവാവണം. ആദ്യം നമുക്ക് തോന്നാം ഇത് ഭയങ്കര പൗഡറാണല്ലോ എന്ന് തോന്നാം, പക്ഷേ കുറച്ച് നേരം ഇട്ട് കയ്യിലിട്ട് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണ്ടയാക്കി എടുക്കാൻ പറ്റും. എന്നാലാണ് തേങ്ങയിൽ നിന്ന് ആ ഓയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇനി ഓരോന്നും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ റൗണ്ടാക്കി ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.